ഹായ്. പിന്നെ ഇന്ന് എന്നോട് 2-3 ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ച് എന്തെന്നറിയോ, നിങ്ങളെന്താണ് ഇങ്ങനെ ഈ ഇടതുപക്ഷത്തിൻ്റെ ചായ്വുള്ള മാത്രം വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് നിങ്ങളെന്താ പോസ്റ്റ് ചെയ്യുന്നത്, അതെന്താ നിങ്ങൾ അങ്ങനെയെന്ന് വെച്ചിട്ടാണ്. സംഭവം ആരാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് എന്താ പറയുക, നമുക്കെല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, അതുകൊണ്ട് ഇലക്ഷനൊക്കെ അല്ലേ, അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഒരാളോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരാൾ വെറുപ്പുണ്ടായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഒന്നുകൊണ്ടും അല്ല നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതൊരു രസത്തിൽ നമ്മളൊരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ സ്പിരിറ്റ് എന്നുള്ള ലെവലിൽ മാത്രം ചെയ്യുന്നതാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി നൽകുകയും ചെയ്യും. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ എന്താ അറിയോ, പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറം നമ്മളെ ബന്ധങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ എത്രയോ വലുതാണ് നമ്മളുടെ ബന്ധങ്ങൾ. ഒരിക്കലും രാഷ്ട്രീയം ബന്ധങ്ങളും തമ്മിൽ നമ്മളതിൽ കൂട്ടിക്കലർത്തി ഇടകലർത്തരുത് ഒരിക്കലും. ഞാൻ 10-16 വർഷമായി ഞാനിവിടെ ഈ ഓട്ടോ ഓടിക്കുന്നത്. എന്നെ ഒരുപാട് ലീഗുകാർ ട്രിപ്പ് വിളിക്കുന്നുണ്ട്, ഒരുപാട് CPM-കാർ വിളിക്കും, ഒരുപാട് കോൺഗ്രസ്സുകാർ വിളിക്കുന്നവരുണ്ട്, ഒരുപാട് BJP-ക്കാർ വിളിക്കും. അവരോടൊക്കെ നമുക്ക് നല്ല സൗഹൃദമാണ്. ഒരുപാട് നമുക്ക് നല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയുക, ലീഗുകാരുണ്ട്, നമുക്ക് സൗഹൃദം ഉള്ളവരുണ്ട്, BJP-ക്കാർ നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. എന്ന് വെച്ച് നമുക്ക് അവരോടൊക്കെ ദേഷ്യം ഉണ്ടാവും? ഒരിക്കലും നമുക്ക് അവരോട് ഒരു ദേഷ്യവും നമുക്കില്ല. നമുക്കെല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക, കാരണം നമ്മളോട് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം. കാരണം ഒരിക്കലും നമുക്കൊരാളോടൊരു വിവേചനം നമുക്ക് കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് മറ്റന്നാൾ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു മാസം ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കണം. അതൊക്കെ ഒരു രസം. അതിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് ആര് ജയിച്ചാലും അത് 2-3 ദിവസം ചിലപ്പം ആ ഒരു വിഷയങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ജോലി ചെയ്യണം. നമുക്കെല്ലാവരോടും സ്നേഹമാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. ഇലക്ഷൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മളോടൊരാൾക്ക് ദേഷ്യം തോന്നണ്ട. നമുക്കൊരാളോടും ദേഷ്യം ഉണ്ടായിട്ടും എല്ലാം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം പിന്നെ നോക്കിയിട്ട് ഒരാളെ വിലയിരുത്തരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമുക്കൊരാളോടും ദേഷ്യമില്ല, നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദി. എല്ലാത്തൊരു എന്താ പറയുക, അങ്ങനെ പറഞ്ഞപ്പോൾ